ഹായ് ഹലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റുകളായിട്ടാണ്. എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ. അതും വേസ്റ്റാക്കി കളയുന്ന കുറച്ച് ഐറ്റംസ് യൂസ് ചെയ്തിട്ടാണ് ഇത്ര ക്യൂട്ടായിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു നോക്കുക. അതിനു മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനലിൽ 2K ഫാമിലി ആണ് ടൈമിൽ ഒരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ ഫസ്റ്റ് 2 ടൈം ടേബിൾ ചാർട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗുഡ് ഡേ മെഗാ ഫാമിലി പാക്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വാങ്ങുന്ന ടൈമിൽ ഇതുപോലെ നല്ല നീളവും വീതിയുള്ള പേപ്പർ കിട്ടാറുണ്ട്. കട്ടിയുള്ള നല്ല പേപ്പറാട്ടോ. ഒരു ചാർട്ട് പേപ്പറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ 4 കോർണേഴ്സും ഈ ഒരു രീതിയിൽ കേർവ് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടൈം ടേബിൾ ചാർട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ചാർട്ടിൽ ഈ ഒരു തവള കുടയും പിടിച്ച് നിൽക്കുന്ന ഒരു സ്റ്റിക്കർ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് റൈറ്റിങ്സ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ പെൻസിൽ യൂസ് ചെയ്ത് വളരെ ലൈറ്റായിട്ട് സ്കൂൾ ടൈം ടേബിളിന് എഴുതി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ മൺഡേ ടു ഫ്രൈഡേ എന്നുള്ളത് ഷോർട്ടാക്കിയിട്ട് അതും എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ താഴേക്ക് കുറച്ച് കോളം വേണമല്ലോ, ഓരോ ദിവസത്തിലെയും പീരീഡ്സുകൾ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെൻസിൽ വെച്ചിട്ടെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കുറച്ചുകൂടി ക്യൂട്ട് സ്റ്റിക്കേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കേഴ്സ് എല്ലാം ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളത് കുട്ടികളുടെ മാഗസീൻസ് ആയിട്ടുള്ള കളിക്കുടുക്ക, മാജിക് ബോർഡ് അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇതിനു മുമ്പ് അത് ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൽ യൂസ് ചെയ്യണ എല്ലാ സ്റ്റിക്കേഴ്സും ഞാൻ ഈ ഒരു പഴയ മാഗസീൻസിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒന്നും ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതല്ല കേട്ടോ. ഇനി നമുക്ക് ഓരോ ഡേയ്സിൻ്റെ താഴെ കോളംസ് കൊടുത്തിട്ടുണ്ടായല്ലോ, അപ്പോൾ അത് വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു പേസ്റ്റൽ കളേഴ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു രീതിയിൽ ലൈറ്റായിട്ട് മാത്രം വാട്ടർ കളേഴ്സ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ആ ഒരു പീരീഡുകളുടെ പേരുകളൊക്കെ എഴുതുന്ന ടൈമിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് ബ്ലാക്ക് പെന്നൊക്കെ യൂസ് ചെയ്തിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനി മുകളിലെ ഹെഡിങ്ങൊക്കെ ഒന്ന് സ്കെച്ച് യൂസ് ചെയ്തിട്ട് എഴുതി കൊടുക്കാം. പിന്നെ ഈ ലെറ്റേഴ്സ് ചില ഭാഗങ്ങളിലൊക്കെ ഞാനൊന്ന് ബോൾഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണമൊക്കെ ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാ സ്കെച്ചിങ് വർക്കുകളും കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു പെൻ യൂസ് ചെയ്തിട്ട് ലെറ്റേഴ്സിന് ബോർഡറും കൂടി കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ലെറ്റേഴ്സ് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് തോന്നിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒരു ഓപ്ഷൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ എന്നുള്ളത് ഷോർട്ടാക്കിയിട്ട് എഴുതി കൊടുക്കുക. ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്കൂൾ ടൈം ടേബിൾ റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ടൈം ടേബിൾ ചാർട്ടിൽ ഇതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്കൂൾ ടൈം ടേബിളിന് എഴുതി കൊടുക്കുന്നുണ്ട്. താഴെ മൺഡേ ടു ഫ്രൈഡേ ഡേയ്സ് എഴുതി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെ കുറച്ച് കോളം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈം ടേബിൾ ചാർട്ടിൽ ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൺഡേ ടു ഫ്രൈഡേ ഡേയ്സ് എഴുതുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഡേയ്സ് എഴുതുന്ന സ്ഥലം കുറച്ചും കൂടി ഒന്ന് അട്രാക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതിന് മുമ്പായിട്ട് ഈ ഒരു രീതിയിൽ വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി കൊടുക്കുന്നുണ്ട്. അതിലാണ് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ എന്നൊക്കെ എഴുതി കൊടുക്കുന്നത്. പിന്നെ ഡേയ്സ് എഴുതുന്ന സ്ഥലത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ടല്ലോ, ആ സെയിം കളർ തന്നെ താഴെ കോളത്തിൽ കൊടുക്കരുത്. ഡിഫറെൻ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് കുറച്ച് കളർഫുള്ളായിട്ട് നമ്മുടെ ഈ ഒരു ടൈം ടേബിൾ ചാർട്ടിനെ തോന്നിക്കോളൂ. കണ്ടില്ലേ? പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ പ്രൂഫ് ആക്കാം കേട്ടോ. നല്ല വീതിയുള്ള സെലോ ടേപ്പ് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വാട്ടർ പ്രൂഫായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പീരീഡ്സ് എഴുതുന്ന സ്ഥലത്ത് ഒന്നല്ലെങ്കിൽ സെലോ ടേപ്പ് സ്കിപ്പ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് CD മാർക്കർ യൂസ് ചെയ്തിട്ട് എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് കുട്ടികളുടെ സ്റ്റഡി റൂമിൽ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ട് വാളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ക്യൂട്ട് ആൻഡ് സിമ്പിളായിട്ടുള്ള ടൈം ടേബിൾ ചാർട്ടുകൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്രാഫ്റ്റിലേക്ക് പോവാം.
അപ്പോൾ അതുണ്ടാക്കുന്നത് ഞാനൊരു ബുക്ക് മാർക്കറാണ്. ഇത്രയും സിമ്പിളായിട്ടുള്ള ബുക്ക് മാർക്കർ നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു പ്രൈസ് ടാഗ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ബുക്കുകളുടെ ഒരു സ്റ്റിക്കറാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു പ്രൈസ് ടാഗിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കറക്റ്റ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു പ്രൈസ് ടാഗിൻ്റെ ഹോളുള്ള ഭാഗം ചെറിയ രീതിയിൽ കേർവ് ചെയ്തിട്ട് ആ ഒരു ഹോൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ? ഇനി ഈ ഒരു ഹോളിലേക്ക് ഒരു വൂളൻ ത്രെഡ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. കണ്ടില്ലേ? ഒരു ലൂപ്പ് പോലെ എടുത്തിട്ട് ഉള്ളിലൂടെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അതൊരു നോട്ടായിട്ട് കിടക്കും കേട്ടോ. ഇനി ബാലൻസ് വന്നിട്ടുള്ള ഈ ഒരു ത്രെഡ് ജസ്റ്റ് ഇതുപോലെ ഓരോ നോട്ടുകൾ വെറുതെ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് അങ്ങോട്ട് കൊടുക്കുക. ലാസ്റ്റ് എൻഡിൽ വരെ അത് കൊടുക്കണം കേട്ടോ. എൻഡിൽ ഒരു ചെറിയൊരു പോർഷൻ മാത്രം ലീവ് ചെയ്യുക. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് നോട്ടിട്ട് കൊടുക്കുക. ഇതിൻ്റെ ഇടയിലായിട്ട് ബീഡ്സ് കയറ്റണമെന്നുണ്ടെങ്കിൽ ബീഡ്സും കൂടി കയറ്റി കൊടുക്കുക. പിന്നെ ഒരു ചീപ്പ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അറ്റഭാഗം ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്യാം കേട്ടോ. ചെറിയ ചീപ്പ് കിട്ടാത്തതുകൊണ്ടാണ് വലിയ ചീപ്പ് വെച്ച് ചെയ്തത്. എങ്ങനെയുണ്ട്? ക്യൂട്ടായിട്ടുള്ളൊരു ബുക്ക് മാർക്ക് റെഡി ആയിട്ടില്ലേ? അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു മിനി നോട്ട്ബുക്കിലേക്ക് ഇതൊന്ന് വെച്ചെടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിനി നോട്ട്ബുക്കൊക്കെ ഉണ്ടാക്കിയത് കാണാത്തവരുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കൂട്ടോ. ഞാൻ വേണമെങ്കിൽ മുകളിൽ ഐക്കാർഡിലും അത് മെൻഷൻ ചെയ്തേക്കാം. നെക്സ്റ്റ് ഉണ്ടാക്കുന്നതൊരു പേപ്പർ ക്ലിപ്പാണ്. അപ്പോൾ ഈ ഒരു പേപ്പർ ക്ലിപ്പ് ഉണ്ടാക്കാനായിട്ട് എൻ്റെ ഒരെണ്ണം മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ള മുയൽക്കുട്ടൻ്റെ സ്റ്റിക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലൊരു പ്രൈസ് ടാഗിലേക്കോ അല്ലെങ്കിൽ കട്ടിയുള്ള പേപ്പറിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ക്ലിപ്പിലേക്ക് സ്റ്റിക്ക് ചെയ്യുക. എത്ര ഉള്ള പരിപാടി കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പേപ്പർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യൂട്ടായിട്ടുള്ള ഈ ഒരു പേപ്പർ ക്ലിപ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റിക്കി നോട്ട്ബുക്കിലേക്ക് ഒന്ന് വെച്ച് കാണിച്ചാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് ബാഗിലും പൗച്ചിലൊക്കെ പിൻ ചെയ്ത് വെക്കാൻ പറ്റുന്നിട്ടുള്ള സിമ്പിൾ ബാക്ക് പിൻ അല്ലെങ്കിൽ പൗച്ച് പിന്നാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമ്മൾ പെയിൻ്റൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ മുകളിൽ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിയുള്ളൊരു സംഭവം ഉണ്ടാവും. അപ്പോൾ അത് നല്ല രീതിയിൽ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി എടുക്കുക. ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ചെറുതായിട്ട് ആ ഒരു പെയിൻറ്റിൻ്റെ കളറൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വൈറ്റ് കളർ അടിക്കാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു ലൈറ്റായിട്ടുള്ളൊരു യെല്ലോ കളർ അടിക്കാമെന്ന്. അപ്പോൾ യെല്ലോ കളർ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രഷ് ചെയ്ത് കൊടുത്ത് കറക്റ്റായിട്ട് അത് നിൽക്കില്ല കേട്ടോ. ഒരു പ്ലാസ്റ്റിക് കണ്ടൻറ്റുള്ള സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഡാബ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി ഇത് ഡ്രൈ ആണതിന് മുമ്പായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ ആ ഒരു പെയിൻറ്റിൽ പ്രിൻ്റ് ചെയ്ത പോലെ ഉണ്ട് ഈ ഒരു സ്റ്റിക്കേഴ്സ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ സേഫ്റ്റി പിൻ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നിൻ്റെ മുകളിലായിട്ട് ഞാൻ ഫസ്റ്റ് ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പ് സ്റ്റിക്ക് ചെയ്തിട്ട് എന്നിട്ടാണ് ഈ ഒരു സംഭവത്തിൻ്റെ ബാക്കിലേക്ക് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എക്സ്ട്രാ വരുന്ന പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ മുകളിലുണ്ടാകുന്ന ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഞാൻ റിമൂവ് ചെയ്യുന്നില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെയാണ് രണ്ട് ക്ലിപ്പും റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് ബാക്ക് പിൻ അല്ലെങ്കിൽ പൗച്ച് പിൻ റെഡി ആയിട്ടുണ്ട്. ഇത് പ്ലെയിൻ ആയിട്ടുള്ള ബാഗിലോ പൗച്ചിലോ ഒക്കെ പിൻ ചെയ്ത് വയ്ക്കുമ്പോഴാണ് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ബാഗിലേക്കൊക്കെ ചെയ്യുന്ന ടൈമിൽ മസ്റ്റായിട്ട് വാട്ടർ പ്രൂഫ് ആക്കുക. വാട്ടർ പ്രൂഫ് ആക്കാനായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൻ്റെ മുകളിൽ ഒരു സെല്ലോ ടേപ്പ് അങ്ങോട്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു പൗച്ചിൽ ഈ ഒരു പിന്നെ സ്റ്റിക്ക് ചെയ്തപ്പോഴാട്ടോ എനിക്ക് കൂടുതൽ ഭംഗിയായിട്ട് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് ഏത് പിന്നാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളതും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. നെക്സ്റ്റ് വീഡിയോ ആണ് എനിക്ക് ഏറ്റവും ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായത് നെയിൻ സ്ലിപ്പുകൾ. അതിനായിട്ട് ഇതുപോലൊരു A4 ഷീറ്റ് എടുത്തിട്ട് ഏകദേശം ഈ ഒരു ലെങ്ത്തിലും വിഡ്ത്തിലും ഞാൻ ഫോൾഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെയിൽ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. എന്നിട്ട് കത്തി നല്ല മൂർച്ചുള്ള കത്തിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കീറിയെടുക്കുകയാണെങ്കിൽ ആ ഒരു സൈഡിൽ തരിതരി പോലുള്ള സംഭവങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ കത്രി യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ കളിക്കുടുക്കയിൽ നിന്നൊക്കെ തന്നെ കേട്ടോ. ഒന്നും ഞാൻ പുറത്തുനിന്നൊന്നും എടുത്തിട്ടില്ല.
അപ്പോൾ ഒരുപാട് പിള്ളേർ കവായ് സ്റ്റിക്കേഴ്സിനൊക്കെ വേണ്ടി വാശി പിടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വാശിയൊന്നും പിടിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഇതുപോലുള്ള മാഗസിൻസൊക്കെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതിലൂടെ നമ്മുടെ മക്കളുടെ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഈ ഒരു നെയിം സ്ലിപ്പിന് ഇതുപോലെ കുറച്ച് ബോർഡേഴ്സും കൂടി വരച്ചെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സിക്സാഗായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ റഫായിട്ടൊന്ന് കൊടുത്താൽ മതി. നല്ല ക്യൂട്ടായിട്ടുള്ള നെയിം സ്ലിപ്പുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. വാട്ടർ കളർ യൂസ് ചെയ്യുമ്പോൾ നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കിത് കണ്ടപ്പോൾ ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ സ്കൂളിലെ ബുക്കിലൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം അവരുടെ സ്കൂളിൽ നിന്ന് ഓൾറെഡി കവർ പേജും ആ ഒരു കവർ പേജിൽ തന്നെ നമുക്ക് പേരും സബ്ജക്റ്റ് എഴുതാനുള്ള സംഭവങ്ങൾ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ CD മാർക്കർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മാത്രം മതി കേട്ടോ. പിന്നെ കുഴപ്പമില്ല, മദ്രസയിൽ ടെക്സ്റ്റിലും നോട്ടിലൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് ഓൾറെഡി ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ബുക്ക് തീരുമ്പോൾ ചെയ്യാമല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട്? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു നെയിം സ്ലിപ്പുകളായിരുന്നു. നല്ല ക്യൂട്ടായിട്ടില്ലേ? അപ്പോൾ നമ്മൾ സാധാരണ നെയിം സ്ലിപ്പിലൊക്കെ ഉള്ള പോലെ നെയിം, റോൾ നമ്പർ, ക്ലാസ്, സബ്ജക്റ്റ്, സ്കൂളൊക്കെ എഴുതി കൊടുക്കുക. ഞാൻ റോൾ നമ്പർ എഴുതാനായിട്ട് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ടെക്സ്റ്റ് ബുക്കിലേക്കൊക്കെ ചെയ്യുന്ന ടൈമിൽ മുകളിൽ നല്ല വീതിയുള്ള സെല്ലോ ടേപ്പ് മൊത്തത്തിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വാട്ടർ പ്രൂഫ് ആവുകയും ചെയ്യും, നമ്മുടെ ടെക്സ്റ്റിലും നോട്ടിലൊക്കെ കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.